ഹായ്, ഞാനിന്ന് സ്റ്റോറിലാണ്. ഷോപ്പിൽ ഇന്നെൻ്റെ ഡിസൈനിങ് ഡേ ആക്ച്വലി. എനിക്ക് തോന്നുന്നത് ശരിക്കും നമ്മൾ ഫിസിക്കലി വർക്ക് ചെയ്യുന്നതിൽ കൂടുതൽ നമ്മൾ ചിലപ്പോൾ ക്ഷീണിക്കുന്നത് അല്ലെങ്കിൽ ടയർഡാവുന്നത് നമ്മൾ മെൻ്റലി നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുമ്പോഴാണ്. കുറച്ചധികം സമയം കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ അറിയാതെ നമ്മൾ എന്നാ പറയുക, നമുക്ക് ഒരു ക്ഷീണം, ഒരു എനർജി കുറയുന്ന പോലെ തോന്നും. രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെ നമ്മൾ ഈ പരിപാടിയായിട്ട് ഇരുന്നാൽ. ആക്ച്വലി ഡിസൈനിങ് എന്ന് പറയുന്നത് അത്ര സിമ്പിളായിട്ടൊരു ഫാബ്രിക് എടുത്ത് ബുട്ടീക്സിനും അല്ലെങ്കിൽ ഡിസൈനേഴ്സിനൊക്കെ അറിയാം. സിമ്പിളായിട്ടൊരു സംഭവം എടുത്ത് വെച്ചിട്ട് ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് മിക്സ് മാച്ച് ചെയ്യുക എന്നുള്ളതല്ല ഒരു ഡിസൈനിങ് എന്ന് പറയുന്നതെന്ന്. അതിൽ നമുക്ക് ഒത്തിരി ഫാക്ടേഴ്സ്, പണ്ടൊന്നും അത്രയില്ല, ഇപ്പോൾ പക്ഷേ ഒത്തിരി ഫാക്ടേഴ്സ് നമ്മൾ നോക്കണം. നമ്മളെ കോമ്പറ്റീറ്റേഴ്സ് ചെയ്യാത്തതായിരിക്കണം, അല്ലെങ്കിൽ അത് കോപ്പി അടി പോലെ ആവും. അതല്ലാത്തതായിരിക്കണം, പുതിയതായിരിക്കണം, ലേറ്റസ്റ്റ് ആയിരിക്കണം, കസ്റ്റമർക്ക് അഫോർഡബിൾ ആയിരിക്കണം. അതുപോലെ ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു കംഫർട്ട് വലിയൊരു ഫാക്ടറാണ്. നമ്മൾ ഇടുമ്പോൾ അതിനൊരു കംഫർട്ട് ഫീൽ ഉണ്ടാവണം. കൊടുക്കുന്ന ലൈനിങ്ങിനും കട്ടിനുമൊക്കെ നമ്മുടെ ബോഡിയുമായിട്ട് ഇഷ്ടമുള്ള രീതിയിൽ അത് ബോഡിയിൽ നമ്മൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഇതിലുണ്ട് ഡിസൈനിങ്ങിൽ. അപ്പം ഞാൻ വീക്കിലി വൺസ് ഒരു ഡിസൈനിങ് ഡേ എടുക്കും. എന്താണെന്ന് വെച്ചാൽ നമുക്കത് കുറച്ച് എന്നെ തന്നെ കുറച്ചും കൂടി ഇമ്പ്രവൈസ് ചെയ്യാനും നമ്മൾ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആവാനും വേണ്ടി ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഡിസൈൻ ടീമിനും അതെ, അവർക്കെന്നും ഒരേ പ്രോഡക്റ്റ് കസ്റ്റമർ പറയുന്ന സാധനം മാത്രം ഉണ്ടാക്കി കൊണ്ടിരുന്നാൽ അവർക്കും അവരുടെ ഇൻപുട്ട്, അവർക്കിടാനൊരു ഇൻപുട്ടില്ല. അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ള കുട്ടികൾ, പലർക്കും പല രീതിയിലുള്ള കഴിവുള്ള ഡിസൈനേഴ്സാണ് നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. ചിലർക്ക് എംബ്രോയ്ഡറിയിലാണ് ഭയങ്കര നല്ല നോളജ്. എംബ്രോയ്ഡറി എങ്ങനെ ചെയ്യിപ്പിക്കാം, മെഷീനിലാണെങ്കിലും ഹാൻഡിലാണെങ്കിലും എംബ്രോയ്ഡറി കൊടുത്ത് എങ്ങനെ ഒരു ഫാബ്രിക്കിനെ ഒരു അട്ടയർ നന്നായിട്ടാക്കാം എന്നറിയാവുന്ന ഡിസൈനേഴ്സുണ്ട്. ചിലർക്ക് പാറ്റേൺ മേക്കിങ്ങിലാണ് ഭയങ്കര ടാലൻറ്റ്, നല്ല ടാലൻ്റുള്ള കുട്ടികളാണ്. പാറ്റേൺ മേക്കിങ്ങിൽ ഞാൻ പറയും, ഇപ്പം കുറച്ച് നമുക്ക് എംബ്രോയ്ഡറി കുറച്ചിട്ട് നല്ല പാറ്റേണിൽ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാം. സാരിയെക്കുറിച്ചല്ല ഞാനിന്ന് പറയുന്നത്, ഡിസൈൻ അറ്റയർ നമ്മൾ ഔട്ട്ഫിറ്റ് എന്തെങ്കിലും റെഡിമെയ്ഡായിട്ട് ചെയ്യുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൽ പാറ്റേൺ മേക്കിങ്ങിലുള്ള ആൾക്കാർക്ക് അവരുടേതായ കഴിവ്. ചിലർക്ക് അതിൽ എങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഔട്ട്ഫിറ്റെല്ലാം ഉണ്ടായി, പക്ഷേ അതിനകത്ത് വേറെ എന്തൊക്കെ അഡീഷണൽ ആക്സസറീസ് കയറ്റിയാൽ അതിനെ എങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും അറിയാൻ കഴിവുള്ള കുറേ കഴിവല്ല, അതിനൊരു കണ്ണാണ് വേണ്ടത്. ശരിക്കും നമുക്കൊരു നല്ല കാഴ്ച വേണം അതിന്. അത് ആക്ച്വലി അങ്ങനെ അറിയാവുന്ന ഓരോ രീതിയിലുള്ള കുട്ടികളുണ്ട്. ഇപ്പം എനിക്ക് സ്കെച്ച് ചെയ്യാൻ അറിയാവുന്ന, ഇലിസ്ട്രേഷൻ അറിയാവുന്ന കുറേ അധികം പേരുണ്ട്. ഇലിസ്ട്രേറ്റ് ചെയ്യാൻ അറിയാവുന്നവർക്ക് ചിലപ്പം അതിനെ പ്രോഡക്റ്റ് ആക്കാനായിട്ടുള്ളതിൽ ചിലപ്പോൾ സ്പീഡ് കുറവുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മളെല്ലാവരും മിക്സ് മാച്ച് ചെയ്ത് എല്ലാവരും കൂടി ഒരുമിച്ച് ജോലി ചെയ്യുമ്പോഴാണ് നല്ല ഒരു പ്രോഡക്റ്റ് നമുക്ക് കൈ കിട്ടുന്നത്. അപ്പോൾ പ്രോഡക്റ്റിൽ ഞങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്, നമുക്ക് ഒരു ഔട്ട്ഫിറ്റ് ഉണ്ടാക്കുമ്പം അത് ആ ആളുടെ പേഴ്സണാലിറ്റി, ഇപ്പോൾ കസ്റ്റമർ ഓർഡർ ആണെങ്കിൽ ആ ആളുടെ പേഴ്സണാലിറ്റിക്ക് ചേർന്നതായിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധം. ബിക്കോസ് ഞാനൊരു ഔട്ട്ഫിറ്റ് ഉണ്ടാക്കുമ്പം എൻ്റെ പേഴ്സണാലിറ്റിക്ക് ചേരുന്ന ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ എനിക്കത് ഇടാൻ ഇഷ്ടമില്ല. നമ്മുടെ പേഴ്സണാലിറ്റിയുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് ഇത്. ഞാൻ ചിലപ്പോൾ പറയും, ഈ സ്റ്റൈലൊന്ന് മാറ്റണം, ഞാൻ എന്നും ഇങ്ങനെയുള്ള സ്റ്റൈലല്ലാതെ എനിക്ക് മാറ്റണം. പക്ഷേ എനിക്കത് പിന്നിട്ട് വരും, പിന്നെ ആ പ്രോഡക്റ്റ് അല്ലാതെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലല്ലാതെ ഇടുമ്പോൾ എനിക്കൊരു കംഫർട്ടില്ല, അല്ലെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് കുറവുണ്ട്. അപ്പോൾ അവന് വരുന്ന കസ്റ്റമറുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ കസ്റ്റം ചെയ്ത് കൊടുക്കണം എന്ന് ഞാൻ ഡിസൈനേഴ്സിനോട് പല പ്രാവശ്യവും ഇൻസ്ട്രക്ഷൻ കൊടുക്കാറുണ്ട്. പുതിയ ഫാബ്രിക് മേക്കിംഗ്, ചിലർക്ക് ഫാബ്രിക് എങ്ങനെ വരണം, ഫാബ്രിക് മേക്കിങ്ങിനെ കുറിച്ച് അറിയാം. അപ്പം അത് ഞാൻ എൻ്റേതായ ഐഡിയ അല്ല, നമ്മുടെ മില്ലിനൊരു ബേസിക് ആയിട്ടുള്ള മില്ലിൻ്റെ ഒരു സ്റ്റൈലുണ്ട്. ആ സ്റ്റൈലിൽ നിന്നിട്ട് വേണം ചെയ്യാമെന്ന് പറയുമ്പം ചില ഡിസൈനേഴ്സ് വരുമ്പം അവർക്ക് ഫാബ്രിക് കാണുമ്പോൾ ഇതിൽ എംബ്രോയ്ഡറി ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, ഇതിലല്ലേ നമുക്ക് ബാന്തിനി ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഡിസൈൻ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ചോദിക്കുന്ന കുട്ടികളുണ്ട്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ആളാണ് അതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കൊടുക്കുന്ന ഫാബ്രിക്കിലെ മെറ്റീരിയൽ കൊണ്ട് ഒരു ഡ്രസ്സ് തയ്ക്കുക, അല്ലെങ്കിൽ ഒരു സൽവാർ തയ്ക്കുക എന്നുള്ളതല്ല ഡിസൈനിങ്. അപ്പോൾ അതിൽ കുറച്ചും കൂടി അതിൻ്റെ ഡീപ്പായിട്ട് അതിലേക്ക് ഇറങ്ങുന്ന കുട്ടികളുമുണ്ട്. എൻ്റെ കൂടെ ഇരിക്കുന്നത് ഞങ്ങൾ കൂടുതലും കുർത്ത ചെയ്യുന്ന അല്ലെങ്കിൽ സൽവാറൊക്കെ ചെയ്യുന്ന, അതിന് നല്ല കണ്ണുള്ള, നല്ല അതിലേക്ക് നല്ലൊരു കാഴ്ചയുള്ള എൻ്റെ ഒരു ഡിസൈനറാണ് വർഷ എന്ന് പറയും ആൾ. ഒരു ഹായ് പറഞ്ഞുതരാം, എൻ്റെ യൂട്യൂബ് ചാനലാണ്. വർഷ വന്നിട്ട് എത്ര നാളായി?
1 ഇയർ കഴിഞ്ഞു. 1 ഇയർ കഴിഞ്ഞപ്പം എന്ത് പഠിച്ചു? മെറ്റീരിയൽസിനെ കുറിച്ചിട്ടാണെങ്കിലും പ്രോജക്റ്റിനെ കുറിച്ചിട്ടാണെങ്കിലും ഓരോ ഡ്രസ്സും പുതിയതായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഐഡിയാസ് കിട്ടി. കളർ മാച്ചിങ് എല്ലാം കുറച്ചും കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. എക്സ്പീരിയൻസ് ചെയ്യുന്നതോടൊപ്പം നമുക്ക് ട്രൈ ചെയ്യാൻ അവർക്ക് അവസരം കൂടെ കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇവർ ആക്ച്വലി പഠിക്കുന്ന ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കോളേജുകളിൽ ഫാഷൻ ഡിസൈനിങ് പഠിച്ചതെങ്കിൽ അവിടെ ഇങ്ങനത്തെ ഫാബ്രിക്കിൻ്റെ ഒക്കെ സ്വാച്ച് എടുക്കാനൊക്കെ ഇവിടെ പിള്ളേർ വരുന്നത് കാണാം. ഡിസൈനിങ് പഠിക്കുന്നല്ലേ, ചുമ്മാ സിൽക്ക്, കോട്ടണ്, കുറച്ച് പോച്ചമ്പള്ളി അങ്ങനത്തെയൊക്കെ സ്വാച്ച് എടുത്ത് പോകും. അതിൻ്റെ ഒരു കഷ്ണം കൊടുത്താൽ ഇവിടുന്ന് ഞാൻ കൊടുത്ത് വിടാറുണ്ട്. ചെറിയ ചെറിയ പീസല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത് കൊടുത്തിട്ട് അത് വെച്ചിട്ട് എന്ത് മനസ്സിലാവാനാണ്? ഒരു തുണി ഫീൽ ചെയ്യണമെങ്കിൽ അതിനെ ഫുള്ളായിട്ട് നമ്മൾ നമ്മുടെ കയ്യിൽ വെച്ച് നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് അതിനെങ്ങനെ ആ ഫീല് എന്നുള്ളത് മനസ്സിലാവണം. അതേപോലെ തന്നെ ഇതിന് ലൈനിങ് ഒക്കെ ഇട്ട് അല്ലെങ്കിൽ ഇത് ഫുൾ പീസാക്കാതെ ഫുൾ പീസ് ഇതെടുക്കാതെ ഇതിനെങ്ങനെ യോക്കിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇതിനെ സ്റ്റൈൽ ചെയ്യണം. അതിനൊക്കെ ഉള്ളൊരു അവസരം ഞാൻ ഇവിടുത്തെ ഡിസൈനേഴ്സിന് കൊടുക്കും. ബിക്കോസ് അവരുടെ ഇഷ്ടത്തിനുള്ള ഫാബ്രിക് എടുത്തിട്ട് അവർ തന്നെ ഡിസൈൻ സ്കെച്ച് ചെയ്ത് എന്നെ കാണിക്കണമെന്ന് പറയും. ഞാനത് അപ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാനൊരു മില്ലൻ്റെ ഷൂസിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ ഒരു ഡിസൈനർ ചെയ്ത ഫാബ്രിക്കാണ്. ഇത് ആക്ച്വലി ഒരു ബനാറസിൽ സ്ട്രൈപ്പുള്ള ഡയഗണലി സ്ട്രൈപ്പുള്ളൊരു ഫാബ്രിക്കാണ് കൊണ്ടുവന്നത്. പക്ഷേ ഇതിലേക്കാണ് പിന്നെ ഷിബോറി ചെയ്യാൻ തീരുമാനിച്ചത്. ഞാൻ ബ്ലാക്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു നല്ല മൾട്ടി കളർ, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് വേണം ചെയ്യാൻ ബ്ലാക്കിൽ എന്ന് വിചാരിച്ചാൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞ് ഇതിനെ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ഇതുകൊണ്ട് ഡിസൈൻ ചെയ്യണം എന്നുള്ളത് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിരിക്കുന്നത്. കസ്റ്റമർക്ക് വന്ന് ഇവിടുന്ന് വാങ്ങിക്കാനും ഉള്ള ഓപ്ഷനുണ്ട്. നമ്മൾ കൗണ്ടറിൽ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഐഡിയയിൽ നിന്നുണ്ടാകുന്നൊരു ഫാബ്രിക്കാണ്. അതല്ലാതെ പുതിയ ഏതെങ്കിലും ഒരു വെണ്ടർ ഉണ്ടാക്കിയിട്ട് അയക്കുന്നതല്ല. ഇത് നമ്മുടെ ഐഡിയയിൽ നമ്മൾ ഡിസൈൻ ചെയ്ത മെറ്റീരിയലാണ്. കൂടുതലും ഞങ്ങളുടെ പ്രീമിയം മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഞങ്ങൾ ഡിസൈൻ ചെയ്ത് നമ്മുടെ ഐഡിയ കൊടുത്ത് നമ്മുടെ കളേഴ്സ് കൊടുത്ത് പാറ്റേൺ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണ്. അതിലൊരു ബ്യൂട്ടിഫുൾ ഒരു പ്രോഡക്റ്റായത് ബ്ലാക്കിൽ മൾട്ടി കളറായിട്ടുള്ളൊരു സ്ട്രൈപ്സ്, ഡയഗണൽ സ്ട്രൈപ്സ് വിത്ത് ജെറി വീവിങ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഇതിലെന്ത് എന്ന് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ വർഷ? യെസ്. അപ്പോൾ ഡയഗണലായിട്ട് വരില്ലേ, ഇങ്ങനെ ഡയഗണൽ ഇത് ബാന്തിനി വെച്ചിട്ട് ഇങ്ങനെ ഒരു കഫ്താൻ വന്നിട്ടില്ലേ, ഫുൾ റൗണ്ട് നെക്കിന് റൗണ്ട്. അത് ശരി. ഇത് ക്ലോസിനൊക്കെ കൊടുക്കണം. ജ്വല്ലറി ഇതിനകത്ത് കയറും, പിങ്ക് ഉണ്ടാക്കി കയറും. അപ്പോൾ ഇത് ഇവിടെ വരെ വരണം. എന്നിട്ട് അതിനിങ്ങനെ ഷേപ്പിൽ കിട്ടണം. അങ്ങനത്തെ അത് ആ ഒരു പാറ്റേൺ ഓക്കെയാണ് എന്ന് പറയുന്ന ഒരു ഫാബ്രിക്കിനെ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ പല ഓപ്ഷൻസ് ഞങ്ങൾ നോക്കും, നമ്മൾക്ക് എടുക്കും. അതിലേറ്റവും നല്ലത് ഏതാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. പിന്നെ നമ്മളതിൻ്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. ചെയ്ത് വരുമ്പം അതിൻ്റെ പ്രൈസിങ് എങ്ങനെ ആവും, എത്രയാവും നമുക്ക്. പിന്നെ എളുപ്പം പ്രൊഡക്ഷൻ ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തിട്ടുള്ള സ്റ്റിച്ചിങ് ആവണം. അപ്പോൾ അതിൻ്റെ അത് ആ കൈൻഡ് ഓഫ് കട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് എന്നാന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് 1-2 പ്രോഡക്റ്റ് അല്ല, നമുക്ക് കുറേയധികം പ്രോഡക്റ്റുകൾ സെയിലാവുന്ന ഷോപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതലും ക്വാണ്ടിറ്റി ചെയ്യാറുണ്ട്. ക്വാണ്ടിറ്റി ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ട് ഇരുന്നാൽ ലാഗ് ചെയ്ത് അതവിടെ പോകും. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ എന്ന് ചെയ്യും. പിന്നെ അതിൻ്റെ കളർ ചേഞ്ച്, ഇപ്പോൾ തന്നെ കളർ ചേഞ്ച് അതിൻ്റെ വന്നിട്ടുണ്ട്. പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്. അപ്പോൾ ആ കളർ ചേഞ്ചുകളും വെച്ച് ഒരു 1 സെറ്റ് അല്ലെങ്കിൽ 2 സെറ്റ്, 2 സെറ്റ് മിനിമം നമ്മൾ ചെയ്യും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആ പ്രൊഡക്ഷനൊക്കെ നടക്കും. കസ്റ്റമേഴ്സിന് എപ്പോൾ വന്നാലും പ്രോഡക്റ്റും കിട്ടും. പ്രൈസിങ്ങും കൂടെ നമ്മൾ നോക്കും. ബേസിക് ഫാബ്രിക്കുകൾ നോർമലി ഡിസൈനേഴ്സ് എടുക്കുന്ന ബേസിക് ഫാബ്രിക് ജോർജറ്റ് അല്ലെങ്കിൽ സിൽക്കിൽ തന്നെ പല സിൽക്കുകൾ ഇപ്പം മാർക്കറ്റിൽ അവൈലബിളാണ്. റഷ്യൻ സിൽക്ക് അല്ലെങ്കിൽ മലായി ചന്തേരി, അതേപോലെ സിൽക്കിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ക്രേപ്പ് സിൽക്കുണ്ട്. അങ്ങനത്തെ മെറ്റീരിയലുകൾ ഇതുമായിട്ട് ബ്ലെൻഡ് ആവുന്ന ഏതാണോ ഫാബ്രിക്, ആ ഫാബ്രിക്കാണ് കൂടുതലും ചൂസ് ചെയ്യുന്നത്. അതിൽ വില ഒരു ഫാക്ടറാണ്, പ്രൈസിങ് ഒരു ഫാക്ടറാണ്. അപ്പം കൂടുതലും ഞാനത് നമുക്കിങ്ങനെ ക്വാണ്ടിറ്റി ചെയ്യുന്നതുകൊണ്ട് പ്രൈസിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രൈസ് കുറവുള്ള മെറ്റീരിയൽ അതിലോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യും. പ്രൈസ് കുറവുള്ളതെന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു യോക്കിന് വരുന്ന ആ ഫാബ്രിക് എന്ന് പറയുന്നത് നല്ല എക്സ്പെൻസീവായിട്ടുള്ള ഫാബ്രിക്കാണ്. അപ്പോൾ താഴേക്കുള്ളത് കുറച്ചാൽ ഇവിടെ കുറച്ച് ഫാബ്രിക്ക് മാത്രം മതിയല്ലോ. അപ്പോൾ നമുക്ക് തന്നെ അവിടെ തന്നെ നല്ലൊരു പ്രൈസ് കട്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ പാറ്റേൺ വരച്ച് ഫൈനലൈസ് ചെയ്തിട്ടാണ് ഡിസൈനിങ് ചെയ്യുന്നത്. ഇതിന് സ്ലീവ് വേണ്ടേ, ഒരു സ്ലീവും കൂടെ വരച്ച്
അത് നമ്മൾ 1 by 1 എഴുതണം. ഓരോ വൈറ്റ് ലേസ് ഉള്ളത് ഇതിൻ്റെ പിങ്ക് തന്നെ ക്രോഷ്യ ലേസ് കൊടുക്കാം. എന്നിപ്പോൾ ആക്കണം, ഇതിൻ്റെ കളറും എടുക്കാം. ഈ കളേഴ്സിൽ നോർമലി ഞാൻ എൻ്റെ വർക്ക്ഷോപ്പിലാണ് ഡിസൈനിങ്ങിന് പോയിരിക്കും ഒരു 1 day. ഇപ്പം പക്ഷേ എനിക്ക് ഭയങ്കര ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഡോട്ടറിൽ CBI ഉണ്ട്. CBIയും ആക്ച്വലി എൻ്റെ ഒരു ടേസ്റ്റിലൊക്കെ തന്നെയാണ്. അപ്പോൾ വർക്ക്ഷോപ്പിൽ ഞാൻ പോയിക്കോളാം, എന്നിട്ട് ഫൈനലൈസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്നെ കാണിക്കും. എന്നാലും വൺസ് ഇൻ എ വീക്ക് ഞാനും പോവും. പിന്നെ ഇവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഷോപ്പിലെ കസ്റ്റമറുടെ ഇഷ്ടം കൂടെ മനസ്സിലാക്കിയാണ് ഞാൻ കൂടുതലും മുന്നോട്ട് പോകുന്നത്. പ്രോഡക്റ്റുകൾ ഇറങ്ങുമ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രസ്സപ്പ് ചെയ്യാൻ. അതുകൊണ്ട് എനിക്കിടാൻ പറ്റുന്നതാണെങ്കിൽ അതേ പാറ്റേൺ തപ്പിയെടുത്ത് കൊടുക്കും, ഇതുപോലെ ചെയ്യണം നമുക്കെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ആ ഫാഷൻ സെൻസ് ഉള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ നമുക്ക് ആ ഫാഷൻ ഇഷ്ടമുള്ളിടത്തോളം കാലം എനിക്ക് തോന്നുന്നു നമ്മുടെ ഫാഷൻ സെൻസ് പോവില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഡ്രസ്സപ്പ് ചെയ്ത് വരുന്ന ആൾക്കാരെ കാണാം. ഞാനിങ്ങനെ ആക്ച്വലി പലപ്പോഴും കസ്റ്റമേഴ്സിനോട് പറയും. അപ്പോൾ അവർ പറയും എന്തിനാ സാരി എടുക്കുന്നത്, എവിടെ പോകാൻ, ഞങ്ങൾക്കൊന്നും എവിടെയും പോകാനില്ല. അപ്പോൾ ഞാൻ പറയും അലമാരി നിറച്ച് സാരി. അപ്പോൾ ഞാൻ അപ്പോഴൊക്കെ അവരോട് പറയും ആക്ച്വലി നിങ്ങൾക്ക് ചുമ്മാ ഇവിടെ വരാൻ പാടില്ലേ. ഞാൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ് കസ്റ്റമറോട്. അപ്പം ഞാൻ അവരെ വിളിക്കും, നിങ്ങൾ ചുമ്മാ ഇടയ്ക്ക് വന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് പോകാമല്ലോ. ഇങ്ങനെ എനിക്ക് എടപ്പള്ളിയിലുള്ളൊരു ആൻറ്റി ഉണ്ട്. ആൻറ്റി ആക്ച്വലി പ്രായമായി വയ്യ, എന്നാലും ഡ്രൈവറെ വെച്ച് ഒരു ഫ്രണ്ടിനെയും കൂട്ടി കൈ പിടിച്ചിട്ട് കടയിൽ വന്ന് ഇന്നലെയും വന്നിട്ടുണ്ട്. ഞാൻ വരുമ്പോൾ അവിടെ സോഫയിൽ ഇസറ്റിയിൽ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി അമ്മച്ചി എപ്പോഴാണ് വന്നത്? ഞാൻ കുറേ നേരമായി മോളെ വന്നിട്ട് ഞാൻ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതല്ലേ ചെയ്യേണ്ടത്. അവർ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ജോലിക്കാരൊക്കെ ഉണ്ട്, മക്കളൊക്കെ പുറത്താണ്, പക്ഷെ വന്നാൽ അവർക്ക് ഏറ്റവും ഇഷ്ടം എൻജോയ് ചെയ്യുന്നൊരു സ്ഥലമാണ് തുണിക്കട. അപ്പോൾ എല്ലാവരും അലൗ ചെയ്യാറുണ്ടോയെന്ന് എനിക്കറിയില്ല അങ്ങനെ ഇരിക്കാൻ. ഞാൻ എന്തായാലും അത് സമ്മതിക്കും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്താലും എടുത്തില്ലെങ്കിലും അവരുടെ എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ എല്ലാവരും നല്ല ഡ്രസ്സ് ചെയ്ത് നല്ല സുന്ദരികളായിട്ട് നടക്കണം. സോ വി ക്യാൻ വൈൻഡ് അപ്പ് ടുഡേ. സോ താങ്ക് യു സോ മച്ച്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഡിസൈനിങ്ങിൻ്റെ ഒരു കോൺസെപ്റ്റ് പോകുന്നത്. ഇപ്പോൾ ഈ ഒരാളേ ഉള്ളൂ. എവരി വീക്ക് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുക, എന്നിട്ട് ആ വീക്കിലെ എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ് നടന്നത്, ആർക്കൊക്കെ എന്തൊക്കെ പുതിയ കോൺസെപ്റ്റ് ഉണ്ട് എന്നൊക്കെ ചോദിക്കും. ഇപ്പോൾ തന്നെ ഒരു 3-4 ഐഡിയയിൽ നമ്മൾ പ്രോഡക്റ്റ് റെഡിയാക്കാനുള്ള എല്ലാം ആയിട്ടുണ്ട്. അത് നാളെ മുതൽ നാളെ തന്നെ തീരില്ലേ, വൈകിട്ടത്തേന് നാളെ വൈകുന്നേരം കൊണ്ട് നമുക്ക് അതിൻ്റെ പ്രോഡക്റ്റ് കാണാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ മിലനിൽ. ഓക്കെ, താങ്ക് യു.